എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS മെയിൻസിന്റെ ലെക്ചർ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. KSന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മെയിൻസ് ടോപ്പിക്സ് വളരെ വാസ്റ്റ് ആണ്. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് KS പ്രിലിംസിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു മെയിൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ KS മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ആ സിലബസ് നല്ല രീതിയിൽ നോക്കുക. കാര്യം സിലബസിൽ കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഒരു 4-5 പോയിന്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. കാര്യം ഇതിൽ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കണ്ടന്റ് ഇല്ലാതെ നിങ്ങൾ എത്ര ആൻസർ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ ഫോക്കസ് കൂടുതൽ ചെയ്യുന്നത് കണ്ടന്റിലാണ്. അതായത് KSന്റെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ തന്നിട്ട് അതിന്റെ ഫോർഡർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആൻസർ റൈറ്റിംഗിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഓരോ ക്ലാസ്സിൽ നമ്മൾ ഓരോ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ടാണ്. കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഇത് ചോദ്യം നോക്കി, ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റിൽ ആൻ ആർക്കിടെക്ചറൽ വണ്ടർ, ഡിസ്കസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ IVC എന്നൊക്കെ പറയും, സ്റ്റിൽ ആൻ ആർക്കിടെക്ചറൽ വണ്ടർ, ഡിസ്കസ്. സോ ഈ ഒരു ചോദ്യം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആർക്കിടെക്ചറൽ എക്സലൻസിനെ പറ്റിയിട്ടാണ്. സോ മെയിൻസിന്റെ ഒരു ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റിന്റെ കീവേഡ്സ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റിൽ ആൻ ആർക്കിടെക്ചറൽ വണ്ടർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഡിസ്കസ് എന്ന കീവേഡാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്കസ് വഴി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആർക്കിടെക്ചറൽ എക്സലൻസിനെ പറ്റിയിട്ട് അതിൻ്റെ പല ഡയമെൻഷൻസും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം. ഡിസ്കസ് എന്നൊക്കെ പറയുമ്പം ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻസും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മളൊന്ന് പറഞ്ഞു പോയാൽ മതി. ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഈ പോയിന്റുകൾ പ്രസന്റ് ചെയ്ത് പോയാൽ മതിയാവും. നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ കീവേഡുകളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. സോ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഫോട്ടോ മെറ്റീരിയൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറൽ എക്സലൻസ് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറിലേക്ക് നോക്കിയാൽ അർബൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കാണാൻ സാധിക്കും. നമുക്കറിയാം, അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഗ്രിഡ് പാറ്റേൺ രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. സോ ഗ്രിഡ് പാറ്റേൺ സ്ട്രീറ്റ്സ്, advanced covered drainage system and zoning reveal civic foresight planning far ahead of its time. അടുത്തത് എഞ്ചിനീയറിംഗ് സ്കിൽസ് ആണ്. ഉദാഹരണത്തിന് ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജൊഡാരോ is sophisticated public water tank structure showcasing waterproof brickwork and early hydro engineering. ആ ഒരു ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജൊഡാരോയുടെ ഒരു എഞ്ചിനീയറിംഗ് സ്കിൽസിനെ പറ്റിയിട്ടാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. കാര്യം ആർക്കിടെക്ചർ എക്സലൻസ് ആണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ വണ്ടർ എന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊരു വണ്ടർ ആണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. അതിനുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് മെറ്റീരിയൽസ്, ബേൺഡ് ബ്രിക്സ് വിത്ത് യൂണിഫോം ഡയമെൻഷൻസ് ആൻഡ് വെയ്റ്റ്സ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഡിനോട്ട് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്തത് അഡ്വാൻസ് സാനിറ്റേഷൻ, കവേർഡ് ഡ്രെയിൻസ്, soak pits and individual bathrooms with waste disposal mechanisms highlight attention to hygiene. നമുക്കറിയാം, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ ഫീച്ചറാണ് ഡ്രെയിൻസ് ഒക്കെ വളരെ കവേർഡ് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവിടുത്തെ ഡ്രെയിൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരുന്നത്. അഡ്വാൻസ്ഡ് സാനിറ്റേഷൻ ലെവൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണുന്നത്. അടുത്ത റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ആർക്കിടെക്ചർ, multi-roomed houses, granaries and assembly halls reflect functional diversity and socio-economic complexity. ഇൻഡിവിജ്വൽ നീഡ്സും സൊസൈറ്റൽ നീഡ്സും അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പല ടൈപ്പുള്ള ബിൽഡിംഗ് ആണ് അവിടെ കൊടുത്തിരുന്നത്. റെസിഡൻഷ്യൽ ഉണ്ട്, പബ്ലിക് ആർക്കിടെക്ചറും ഉണ്ട്. ഇപ്പോൾ മൾട്ടി-റൂംഡ് ഹൗസസ്, ഗ്രാനറീസ് ആൻഡ് അസംബ്ലി ഹോൾസ് റിഫ്ലക്ട് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി ആൻഡ് സോഷ്യോ എക്കണോമിക് കോംപ്ലക്സിറ്റി. കുറച്ചും കൂടി സിമ്പിളായിട്ടും കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മോഡൽ ആൻസർ അല്ലെങ്കിൽ മോഡൽ ഫോർഡർ പോയിന്റ് എന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഈ ഒരു പോയിന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഫോർഡർ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റിൻ്റെ വേർഡ് റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ എത്ര വേർഡിന്റെ ക്വസ്റ്റ്യൻ ആണ്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നനുസരിച്ച് ഈ പോയിന്റുകൾ
ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 150-200 വേർഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോൾ പോയിന്റ് വൈസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ പോലും 1 ലൈൻ ഇൻട്രൊഡക്ഷൻ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു കൺക്ലൂഷൻ ആവശ്യമാണ്. ഒരു 4-5 പോയിന്റ് കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. സോ ഇതേ രീതിയിൽ ഒരു 100 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോർഡർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് 200 വേർഡിന്റെ ഒരു ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് കമന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ വരുന്ന ആദ്യത്തെ 3 ആൻസേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.